ആദ്യമായിട്ട് നമ്മൾ IRF 540 എന്നിൻ്റെ ഒരു ട്രാൻസിസ്റ്റർ എടുക്കുന്നു. ഇത് മോസ്ഫെറ്റാണ്. പിന്നെ ഒരു 47K റെസിസ്റ്റർ എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ ലെഗിലേക്ക് ഈ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബാക്കിയുള്ള 2 ലെഗുകളിൽ 2 വയർ സോൾഡർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 വയറും ഇതിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഇത് അഡാപ്റ്റർ 12 വോൾട്ടിൻ്റെ പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. 12 വോൾട്ട് പോസിറ്റീവ് നമുക്ക് റെസിസ്റ്ററിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കാം. അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് ഈ 47K റെസിസ്റ്ററിൻ്റെ ഈ റെഡിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് റെഡ് വയറിൽ കണക്ട് ചെയ്യുകയാണ്. നെഗറ്റീവ് അഡാപ്റ്ററിൻ്റെ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു 12 വോൾട്ടിൻ്റെ LED ആണ്. 12 വോൾട്ട് LED പോസിറ്റീവ് 47K റെസിസ്റ്ററിൽ തന്നെ സോൾഡർ ചെയ്യാൻ പോവുകയാണ്. സോൾഡർ ചെയ്തിട്ടുണ്ട്. ഈ LED നെഗറ്റീവ് നടുക്കുള്ള ഈ വയറുമായിട്ട് കണക്ട് ചെയ്യും. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു വയർ എടുത്തിട്ടുണ്ട്. ഈ വയർ റെസിസ്റ്ററിൽ ഇപ്പോഴത്തെ സൈഡിൽ സോൾഡർ ചെയ്യണം. അത് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ വയർ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യുകയാണ്. നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്തു. സർക്യൂട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അഡാപ്റ്റർ പ്ലഗ് ചെയ്യാൻ പോവുകയാണ്. കണക്ട് ചെയ്തപ്പോൾ എന്തോ പൊട്ടിയ സൗണ്ട് ഇട്ട് നമുക്കിതൊന്ന് അടിച്ച് നോക്കാം. കപ്പാസിറ്റർ ചെറുതായിട്ടൊന്ന് വീർത്ത് പൊട്ടി. സർക്യൂട്ട് കറക്റ്റ് ആയിരുന്നു, പക്ഷേ ഇതിലുള്ള കപ്പാസിറ്റർ പൊട്ടി. ഫ്യൂസും പോയിട്ടുണ്ട്. അഡാപ്റ്റർ പോയ സ്ഥിതിക്ക് നമുക്ക് ഈ കപ്പാസിറ്റർ എന്തായാലും മാറ്റാണ്ട് ഇനി അഡാപ്റ്ററിന് ശരിയാക്കാൻ പറ്റില്ല. പിന്നെ ഫ്യൂസും മാറ്റണം. അതുകൊണ്ട് നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ ഒന്നുകൂടി ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം കണക്ട് ചെയ്ത അഡാപ്റ്റർ നമുക്ക് ഊരിയിടാം. 12 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇതിൽ ചാർജ് ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജ് കുറവാണ്. LED ചെറുതായിട്ട് കത്താനുള്ള ചാർജ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇത് ചെയ്ത് നോക്കാം.
ഈ 2 വയറാണ് കണക്ട് ചെയ്തിട്ട് വെച്ചത്. രണ്ടാമത് കണക്ട് ചെയ്യാം. അതുപോലെ പോസിറ്റീവ് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാം. ബാറ്ററിൻ്റെ പോസിറ്റീവിലോട്ട്, ഈ നെഗറ്റീവ് നമുക്ക് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. പോസിറ്റീവ് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 വയറും കൂടി ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട് കൊടുക്കാം. ഞാൻ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ചെയ്ത സർക്യൂട്ടിൻ്റെ പ്രോബ്ലം കണ്ടാണോ നേരത്തെ അഡാപ്റ്റർ കംപ്ലൈൻറ്റ് ആണ്. ഇപ്പം 7.6 വോൾട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമുക്കിനി റെസിസ്റ്റർ ഈ പോസിറ്റീവ് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കാം. ഇപ്പോഴും അത്രയും വോൾട്ടേജ് തന്നെ കാണിക്കുന്നുണ്ട്. 7.63 കുറച്ച് വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് റെസിസ്റ്ററിൻ്റെ ഇവിടെ നിന്ന് എടുത്ത് ഈ വയർ ഈ പോസിറ്റീവിലോട്ട് കൊടുത്തിട്ടുള്ള ഈ വയർ കട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അത് കട്ട് ചെയ്തപ്പോൾ തന്നെ ഈ LED വർക്ക് ചെയ്ത്. ഇതിപ്പോൾ 12 വോൾട്ട് ചാർജുള്ള ബാറ്ററി ആയിരുന്നെങ്കിൽ ഈ LED കുറച്ചുകൂടെ ബ്രൈറ്റനായിട്ട് കത്തിയാനായിരുന്നു. പക്ഷെ ഇപ്പോൾ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കത്തുന്നത്. നമുക്ക് ഈ വയർ ഒന്നുകൂടി കണക്ട് ചെയ്ത് നോക്കാം. LED കേടുന്നുണ്ടോയെന്ന് അറിയാമല്ലോ. LED ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വയർ കൂട്ടിമുട്ടിക്കാൻ പോവാണ്. LED കെട്ടിയിട്ടുണ്ട്. ഇപ്പം ആറ്റുമ്പോൾ ഇത് കത്തുന്നുണ്ട്. ഈ ഒരു സർക്യൂട്ട് വീട്ടിലെ ഡോറിലൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോറ് തുറക്കുന്ന സമയത്ത് ഈ വയർ രണ്ടും ഇതാവുമ്പോൾ ഈ ലൈറ്റ് കത്തും. അതായത് ഈ ലൈറ്റിന് പകരം ഒരു ബസറ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ഡോറ് തുറക്കുവാണെങ്കിൽ ബസറ അടിക്കുകയും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.